ഇങ്ങനെ പറയുന്ന അഹങ്കാരികൾ, നാട്ടിലുള്ള മുഴുവൻ ആളുകളെയും നിന്ദിക്കുന്നവർ, പൂർവ്വകാലത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരെയും നിന്ദിക്കുന്നവർ, മഹല്ലത്തിനെയും കമ്മിറ്റിയെയും നിന്ദിക്കുന്നവർ. എന്നിട്ടോ ആ ഖാദി പള്ളിയിലെ അറബിയിൽ ഖുതുബോദി ജുമാ നിസ്കരിക്കുന്ന സമയത്ത് ഖാദിയോട് ഒരൊറ്റ അക്ഷരം പറയാതെ, മഹല്ല് കമ്മിറ്റിയിൽ നിന്ന് പാസ്സാക്കാതെ മഹല്ലിന്റെ ഹൃദയഭാഗത്ത് കൊണ്ടുപോയിട്ട് ഒരു മലയാള പ്രസംഗവും മീറ്റിംഗും വെള്ളിയാഴ്ച ഉച്ചക്ക്. ഖാദിയാരോട് അംഗീകാരം വാങ്ങുന്നുണ്ടോ? മഹല്ല് കമ്മിറ്റിയോട് അംഗീകാരം വാങ്ങുന്നുണ്ടോ? മഹല്ല് കമ്മിറ്റിയെ ആദരിക്കുന്നുണ്ടോ? മഹല്ലിനെ ആദരിക്കുന്നുണ്ടോ? ഖാദിയെ ആദരിക്കുന്നുണ്ടോ? ജീവിച്ചു പോയ ബാപ്പനെയും ബാപ്പാനെയും ഉപ്പാപ്പാനെയും ആദരിക്കുന്നുണ്ടോ? ഞങ്ങൾ ആരെയും ആദരിക്കൂല. എല്ലാരെയും നിന്നിച്ചിട്ട് ഞങ്ങൾ ജുമാ സമയത്ത് ഉച്ചക്ക് മീറ്റിംഗ് നടത്തും. പള്ളിയിൽ നിന്ന് മീറ്റിംഗ് ആയതുകൊണ്ട് ആണുങ്ങളെ കൂടെ പെണ്ണുങ്ങളും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ മഹല്ലത്തിനെ നിന്ദിക്കുന്ന, മഹല്ല് കമ്മിറ്റിയെ നിന്ദിക്കുന്ന, ഖാദിയെ നിന്ദിക്കുന്ന, പണ്ഡിതന്മാരെ നിന്ദിക്കുന്ന, പൂർവീകരെ നിന്ദിക്കുന്ന, ഔലിയാക്കളെ മഖ്ബറയെ നിന്ദിക്കുന്ന, അമ്പിയാക്കളെ നിന്ദിക്കുന്ന, നബിതങ്ങളെ നിന്ദിക്കുന്ന, കഅബയെ നിന്ദിക്കുന്ന, റൗള ശരീഫിനെ നിന്ദിക്കുന്ന, ഔലിയാക്കളെ നിന്ദിക്കുന്ന, മുഹീദ്ദീൻ ശൈഖ് ഇസ്ലാം എന്ന് പുറത്താണെന്ന് വരെ എഴുതിയ എല്ലാ മഹാന്മാരെയും നിന്ദിക്കുന്ന കക്ഷികൾക്ക് ഒരു മഹല്ലത്തിൽ 50 കൊല്ലം മത നേതൃത്വം കൊടുത്ത പ്രായമുള്ള ഒരു പണ്ഡിതനെ SSFന്റെ വിദ്യാർത്ഥികൾ ആദരിക്കുമ്പോൾ അതിലവർക്ക് പങ്കുചേരാൻ കഴിയൂല. അവരതിനെ ശക്തിയായി എതിർത്ത് സുബ്ഹാനല്ലാഹ്, അതാ വേണമെങ്കിൽ സിഖുകാരുടെയോ അല്ലെങ്കിൽ അതാ ഖാദിയാനിയുടെയോ കേന്ദ്രമായ പഞ്ചാബിൽ നിന്ന് വരെ അവർ ചിലപ്പോൾ കത്തയക്കും. കാരണം അവിടെയാണല്ലോ പ്രധാനമന്ത്രിയെ ആദരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരെ വെടിവെച്ച് കൊന്ന കക്ഷികളുള്ളത് പഞ്ചാബിലാണല്ലോ. അതിന്റെ പുറമെ അതേ പഞ്ചാബിലാണല്ലോ ഖാദിയാനിസം കൊണ്ടുവന്നിട്ട് മുഹമ്മദ് നബിക്ക് റിബലായി പുതിയ നബിയുണ്ട് എന്ന് പറഞ്ഞ് ഖാദിക്ക് പകരം പുതിയ ഖതീബിനെ കൊണ്ടുവന്ന് മലയാളത്തിൽ ഖുതുബ നടത്തുന്നവരാണല്ലോ. അപ്പൊ അവർക്ക് മുഹമ്മദ് നബിക്ക് പകരം റിബൽ നബിയെ കൊണ്ടുവന്ന പഞ്ചാബിൽ പോയിരുന്നിട്ട് കത്തെഴുതുന്നവര്. ഞാൻ പറയട്ടെ, SSFന്റെ പ്രവർത്തകന്മാർ പണ്ഡിതന്മാരെ ആദരിച്ച് പഠിച്ചവരാണ്. SYSന്റെ പ്രവർത്തകന്മാർ പണ്ഡിതന്മാരെ ആദരിച്ച് പഠിച്ചവരാണ്. അവര് ഖാദിമാരെ ആദരിക്കും, മഹല്ലത്തിനെ ആദരിക്കും, മഹല്ല് കമ്മിറ്റിയെ ആദരിക്കും, മഹല്ലിന്റെ നേതാക്കളെ ആദരിക്കും, അതുപോലെ പ്രായമുള്ളവരെ ആദരിക്കും, തങ്ങന്മാരെ ആദരിക്കും. അതുപോലെ ആദരിക്കപ്പെടേണ്ട മുഴുവൻ ആളുകളെയും ഏത് മതക്കാരായാലും ആദരിക്കും. അത് SSFന്റെ ആശയമാണ്. SSFന്റെ ആ പ്രവർത്തന രംഗത്ത് SSF നീങ്ങുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും വാറോലകൾ കൊണ്ടൊക്കെ ഈ ആദരിക്കുക എന്ന ഇസ്ലാമിന്റെ തത്വത്തെ മൂടിക്കളയാമെന്ന് ആരെങ്കിലും ധരിച്ചെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് മാത്രം ഞാൻ ഈ സമയത്ത് ഉണർത്തുന്നു. ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅ അത് ആദരിക്കുന്ന പ്രസ്ഥാനമാണ്, ബഹുമാനിക്കുന്ന പ്രസ്ഥാനമാണ്. ആരെയാണ് SSFകാർ ആദരിക്കേണ്ടത്? ആരെയാണ് മുസ്ലിമീങ്ങൾ ആദരിക്കേണ്ടത്? അത് മുസ്ലിം പണ്ഡിതന്മാർക്കറിയാം. സയ്യിദ് അലി ബാഫഖി തങ്ങൾ, സമസ്ത കേരള ജമിയത്തുലമയുടെ സമുന്നതനായ നേതാവ്, സയ്യിദ് ഖലീൽ ഇബ്രാഹിം അൽ ഖലീൽ തങ്ങൾ, സമസ്ത കേരള മുശാവറ അംഗം, അതുപോലെ ഉന്നതനായ നേതാവ്. അത്രയുള്ള സയ്യിദന്മാർക്കും ഈ സ്റ്റേജിലിരിക്കുന്ന ആലിമീങ്ങൾക്കും നേതാക്കൾക്കും ഈ നാട്ടിൽ വളരെ പ്രധാനപ്പെട്ട പ്രായം ചെന്നൊരു വ്യക്തിയാണ് നമ്മുടെ കുഞ്ഞബ്ദുള്ള മാസ്റ്റർ. SSFന്റെ പ്രവർത്തകര് എന്നോട് കുഞ്ഞബ്ദുള്ള മാസ്റ്ററോട് ഞങ്ങൾ അഭിപ്രായം ചോദിച്ചു. വളരെ നല്ല അഭിപ്രായം പറഞ്ഞു. അങ്ങനെ പ്രായമുള്ളവരും നല്ലവരും എല്ലാവരും അംഗീകരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു പരിപാടി. ആ പരിപാടി എന്നിട്ട് അതുമല്ല രസോ. എന്റെ ബാപ്പൊരിക്കൽ പറഞ്ഞിരുന്നു, ഒരു ചങ്ങാതി മരിക്കാൻ നോക്കുന്ന സമയത്ത് പറഞ്ഞു പോലും, ഞാൻ ഏതായാലും ഇപ്പം മരിക്കും, പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു ആണിക്കോല് കൊണ്ടുവന്നിട്ട് എന്റെ മലദ്വാരത്തിൽ നിങ്ങൾ അടിച്ചു കയറ്റണം മക്കളോട്. അതെന്തിനാണ് എന്ന് ചോദിച്ചു മക്കള്. അത് ഞാൻ മരിച്ചാൽ ഒരു വിവാദം ഉണ്ടാണ്, അതിന് വേണ്ടിയിട്ടാണ്. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ പഞ്ചാബിൽ നിന്ന് കത്തയക്കുന്ന ഒരു ചങ്ങാതി, അതിന് മൂപ്പര് എഴുതി വെച്ചിരിക്കുന്നു SSFകാരും ഇതിലെതിരുണ്ട്. മൂപ്പരാണല്ലോ SSFന്റെ യോഗത്തിൽ പങ്കെടുക്കല്, മൂപ്പരാണല്ലോ SSFന്റെ അഡ്വൈസറി ബോർഡ്. ഇങ്ങനത്തെ സമുദായത്തിൽ നാട്ടിൽ മനുഷ്യന്മാർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കണം, നാടിൽ എന്നും നഷ്ടമുണ്ടാക്കണം, നാശമുണ്ടാക്കണം, വൃത്തികേട് ചെയ്യണം എന്ന് മാത്രം ചിന്തിക്കുന്ന ചില കക്ഷികളുണ്ട്. അത്തരക്കാരുടെ നാശത്തിൽ പെട്ടുപോകാതെ പരിശുദ്ധ ഇസ്ലാമിന്റെ അടിസ്ഥാനാശയമായ ആദരിക്കൽ, അതാ പുറംതിരിഞ്ഞു നിന്ന് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് പുറത്തുപോയി പുതിയ മതമുണ്ടാക്കിയവരെ പറ്റിയല്ല ഞാൻ പറയുന്നത്.
സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട സംഘടനകൾ ഒരു പക്ഷേ 1, 2, 3 സംഘടനകൾ ഉണ്ടാകാം. ഇല്ലത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഇവിടുത്തെ ഖാദിയാണ്, ഞങ്ങളെ സംഘടനയുടെ ആളേ അല്ല. ഞാൻ ഉറപ്പിച്ച് പറയുന്നു, ഞാൻ ഒരു സംഘടനയുടെ വ്യക്തമായ ഒരു പ്രവർത്തകനാണ്, ആർക്കും സംശയമില്ല. ഞാൻ പറയുന്നു, ഇല്ലത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാർ ഞങ്ങളെ സംഘടനയുടെ മെമ്പറേ അല്ല, ഞങ്ങളെ സംഘടനയുടെ ആരുമല്ല. അദ്ദേഹം ഈ നാട്ടിന്റെ ഖാദിയാണ്. ഞങ്ങൾക്ക് ഞങ്ങളെ സംഘടനയിലുള്ളവരെ മാത്രമേ ആദരിക്കാവൂ എന്നൊരു തത്വമില്ല. ആരാധന അല്ലാഹ്ക്ക് മാത്രമേ പറ്റുള്ളൂ. ആദരവ് ഞങ്ങളെ സംഘടനയിലുള്ള ആൾക്ക് മാത്രമേ ആദരവ് കൊടുക്കാവൂ. അങ്ങനെ ഒരു ആശയം ഞങ്ങൾക്കില്ല. ഞങ്ങളെ ആശയം നല്ലത് ചെയ്യുന്നവരെ നല്ലതിന്റെ പേരിൽ ആദരിക്കപ്പെടണമെന്നാണ്. അത് ഏത് സംഘടനയിലുള്ളവരാണ്. മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സന്തോഷത്തിലാക്കി. തങ്ങൾ മരണപ്പെട്ടപ്പോൾ ഖലീൽ തങ്ങളുടെ മഅദിൻ സ്ഥാപനത്തിൽ ശിഹാബ് തങ്ങളുടെ പേരിൽ പ്രത്യേക ദുആ നടത്തിയിട്ടുണ്ട്. ആ ദുആയിൽ ഉള്ളാൾ തങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. ആ ദുആയിൽ എന്നെ ക്ഷണിച്ചിട്ട് ഞാനും പോയിട്ടുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഞങ്ങളെ കമ്മിറ്റിയുടെ ആരുമല്ല. പക്ഷെ അദ്ദേഹം ആദരിക്കപ്പെടേണ്ട ഒരാളാണ്, ആദരിക്കപ്പെടുന്ന വ്യക്തിയാണ്. മർക്കസിൽ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ആദരവായി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ഞാനതിൽ പോയി പങ്കെടുത്തിട്ടുണ്ട്. മോയിൻകുട്ടി MLA അന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ പ്രസംഗിക്കുന്ന അദ്ദേഹം കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സംഘടനയിലുള്ളവരെ മാത്രമല്ല ആദരിക്കപ്പെടുക. ആദരവ് എന്നത് അർഹതപ്പെട്ടവർക്ക് നൽകേണ്ട ഒരു വിഷയമാണ്. ഇല്ലത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അദ്ദേഹത്തെ ഞങ്ങൾ ആദരിക്കും. അത് ഈ ഒരു ആദരവ് മാത്രമല്ല, അദ്ദേഹം ഞങ്ങളുടെ പള്ളിയിൽ വന്നു, അദ്ദേഹം ഞങ്ങളെ കൂടെ നിസ്കരിക്കാൻ. എന്നാ ഞങ്ങള് അപ്പൊ മൈക്ക് ഓഫ് ആക്കും. ഞങ്ങൾ മൈക്കിൽ അന്ന് മുന്നിലുള്ള മൈക്ക് ഞങ്ങൾ ഓഫാക്കും. സാധാരണ ഉപയോഗിക്കുന്ന മൈക്ക് അബ്ദുറഹ്മാൻ മുസ്ലിയാർ വന്നാൽ അപ്പൊ ഞങ്ങൾ മൈക്ക് അവിടെ ഓഫാക്കും. അത് ഖാദിയെ ആദരിക്കല. അപ്പൊ നിങ്ങൾ ചോദിക്കും, അതെന്റെ അദ്ദേഹത്തിന്റെ ഉസ്താദിനെ ആദരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഉസ്താദാണ് മഹാനായ കീന ഉസ്താദ്, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കട്ടെ. ഞങ്ങളും മഹാനവരുകൾ ആദരിക്കുന്നവരാ. കീന ഉസ്താദ് ഖുതുബിത്തങ്ങൾ ആദരിക്കുകയാണ്. ഖുതുബിത്തങ്ങൾ ആദരിക്കപ്പെടുന്ന മഹാനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മറ്റുള്ള പണ്ഡിതന്മാരോട് അവർക്ക് ഒരു ആദരവ് കുറവില്ല. ശിഹാബ് തങ്ങളെ കീന ഉസ്താദിന്റെ പരിപാടിയിൽ ക്ഷണിക്കും. അതുപോലെ കോഴിക്കോട് വലിയാദിയെ ക്ഷണിക്കും. അതുപോലെ ഈ പറയുന്ന ഞാനും കീന ഉസ്താദ് ക്ഷണിച്ചിട്ട് തന്നെ കീന ഉസ്താദിന്റെ പൊരന്റെ അടുത്ത്, അവിടെ ഞാൻ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് അവിടെ ദർസ് കൊടുക്കുമ്പോൾ പ്രസംഗിക്കാൻ കീന ഉസ്താദിനെ ക്ഷണിച്ചിട്ട് ഉസ്താദിനെ ഇരുന്ന് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് ആദരിക്കാറുണ്ട്, എന്നെ ഉസ്താദ് സ്നേഹിക്കാറുണ്ട്. ഞാൻ ഇങ്ങോട്ട് ആദരിക്കപ്പെട്ടവനല്ലല്ലോ, ആദരവിന് കണക്കുണ്ടല്ലോ. എന്നെ സ്നേഹിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇല്ലത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാരും കീന ഉസ്താദിന്റെ ശിഷ്യനാണ്, മകളെ ഭർത്താവും കൂടിയാന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോ കീന ഉസ്താദിനുള്ള ആദരവ് കൊണ്ട് കീന ഉസ്താദ് മൈക്ക് വെച്ചുകൊണ്ട് ജുമഅയിൽ ഖുത്ബ ഓതാറില്ല, ഓതുന്ന സ്ഥലത്ത് സാധാരണ പങ്കെടുക്കാറില്ല. അങ്ങനെ പങ്കെടുക്കാൻ ദൂരെ ഒന്നും മൂപ്പർക്ക് പോകേണ്ട ആവശ്യവും വരാറില്ല. അതേസമയം അതോട് തുടർന്ന് മഹാനവറുകളും ചെയ്യാറില്ല. ഞങ്ങൾക്ക് അതുകൊണ്ട് ഒരു ആദരവൂർവ്വം മഹാനവറുകളോടില്ല. അബ്ദുറഹ്മാൻ മുസ്ലിയാരോടില്ല, കീന ഉസ്താദിനോടുമില്ല. കീന ഉസ്താദ് വഫാത്തായപ്പോൾ കീന ഉസ്താദിന്റെ സ്മരണ എഴുതിയവരാണ് ഞങ്ങൾ, ഇറക്കിയവരാണ് ഞങ്ങൾ. കീന ഉസ്താദിനോട് ഞങ്ങൾക്ക് ഒരു ആദരവൂർവ്വമില്ല. ഉസ്താദിന് ഞങ്ങളോടൊന്നും സ്നേഹക്കുറവുണ്ട്, അതുമില്ല. ഉസ്താദ് എനിക്ക് എഴുതിയ കത്ത് ഞാനിപ്പോൾ സൂക്ഷിച്ചിട്ടുണ്ട്. കീന ഉസ്താദ് എഴുതിയ കത്ത്, എനിക്ക് തന്നെ പ്രൈവറ്റ് ആയിട്ട് എഴുതിയ കത്ത് ഞാനിപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ കത്ത് സൂക്ഷിച്ച ആളുകൾ ഇന്നത്തെ ശിഷ്യന്മാരിൽ പ്രായമുള്ള ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും. കീന ഉസ്താദിന്റെ പ്രായമുള്ള ശിഷ്യന്മാരോട് ഞങ്ങൾക്ക് വലിയ ബഹുമാനം. എന്റെ ഉസ്താദ് പുല്ലൂക്കര ഉസ്താദ് കീന ഉസ്താദിന്റെ ശിഷ്യനാണ്. ഇല്ലത്ത് അബ്ദുറഹ്മാൻ മുസ്ലിയാർ കീന ഉസ്താദിന്റെ ശിഷ്യനാണ്. അതുപോലെ പാനൂർ അലി മുസ്ലിയാർ കീന ഉസ്താദിന്റെ ശിഷ്യനാണ്. കീന ഉസ്താദിന്റെ ശിഷ്യന്മാർ അരീക്കൽ അബ്ദുറഹ്മാൻ മുസ്ലിയാർ കീന ഉസ്താദിന്റെ ശിഷ്യനാണ്. ഒക്കെ വലിയ വലിയ ആലിമീങ്ങളായ ശിഷ്യന്മാരാണ്. അവർക്കൊക്കെ കീന ഉസ്താദിനോട് വലിയ ബഹുമാനം. ആ ആലിമീങ്ങളൊക്കെ സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു നിന്നിട്ട് സുന്നിയല്ലാത്തവരോട് അത് വിട്ടുവീഴ്ചയില്ലാതെ ആദർശപരമായി പോരാടുന്നവരാ. അതിന്റെ മുമ്പന്തിയിൽ അബ്ദുറഹ്മാൻ മുസ്ലിയാരുണ്ട്. അത് തന്നെയാണ് ബഹുമാനം. അത് തന്നെയാണ്